ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 4 വാക്യം. സിയോൻ പുത്രിയോട്, ഇതാ നിൻ്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിൻ്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. അതായത് യഹൂദന്മാരോട് പറയുകയാണ്, യേശു രാജാവായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നഗരത്തിലേക്കാണ് വരുന്നത്, യെരുശലേമിലേക്കാണ് വരുന്നത്. അപ്പോൾ യെരുശലേം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ തലസ്ഥാന നഗരമാണ്. ദാവീദിൻ്റെ കോട്ടയാണ് സിയോൻ കോട്ടയെന്ന് പറയുന്നത്. സിയോനാണ് ആ സ്ഥലമാണ് യെരുശലേമായിട്ട് തലസ്ഥാന നഗരിയായിട്ട് ആയിത്തീർന്നത്. ദാവീദിൻ്റെ സിംഹാസനം അവിടെയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യാവതാര സമയത്ത് അവിടെ ഒരു പ്രവചനം ഇതിനെക്കുറിച്ചുണ്ടായിരുന്നത് സെഖര്യാവിൻ്റെ 9:9 ഇങ്ങനെ വായിക്കുന്നു: സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. അതായത് ഇസ്രായേലിനോട് പറയുകയാണ്, യഹൂദന്മാരോട് പറയുകയാണ്, നിൻ്റെ രാജാവാണ് വന്നിരിക്കുന്നത് എന്ന് പ്രവചനത്തിൽ പറഞ്ഞു. എന്നാൽ നമുക്കറിയാം കർത്താവ് രാജാവായിട്ട് ആണ് പിറന്നത് എന്ന് നമുക്ക് വചനത്തിൽ കൂടെ മനസ്സിലാക്കാം. പക്ഷേ കർത്താവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഒരു വലിയ പ്രൗഢിയോടുകൂടെയുള്ള ഒരു വലിയ രാജാവിനെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ഇവിടെ സാധാരണ മനുഷ്യനായിട്ട് അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് പിറന്നത്. വലിയ മോടിയോ ആഡംബരമോ ഒന്നുമില്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് കർത്താവ് അനേകർക്ക് നന്മ ചെയ്തുകൊണ്ട്, നല്ലത് ഉപദേശിച്ചുകൊണ്ട്, അവരുടെ രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ട് കർത്താവ് അവർക്ക് വേണ്ടി അവിടെ 3.5 വർഷം ശുശ്രൂഷ ചെയ്തതായിട്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. എന്നിട്ട് ആ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വരുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. കർത്താവ് നേരത്തെ തന്നെ ഈ യെരുശലേമിൽ വന്നിട്ടുണ്ട്, ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. ദേവാലയത്തിൻ്റെ ആ ചിത്രപ്പണികളൊക്കെ കണ്ടുകൊണ്ട് അവരതിലെയൊക്കെ നടന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇത് പ്രവചന നിവൃത്തിയായിട്ടുള്ള ഒരു കാര്യമാണ്. രാജാവായിട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് രാജാവായിട്ട് പ്രവേശിക്കുന്നത്? കഴുതയുടെ പുറത്താണ് കർത്താവ് വരുന്നത്. അവൻ സമാധാന പ്രഭുവായിട്ടാണ് വരുന്നത്. ഒരു യുദ്ധത്തിന് പോകുന്ന രാജാവാണെങ്കിൽ തീർച്ചയായിട്ടും കുതിരപ്പുറത്താണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒരു കഴുതയുടെ പുറത്ത് കയറിയാണ് ഇസ്രായേലിൻ്റെ രാജാവ് അല്ലെങ്കിൽ യഹൂദന്മാരുടെ രാജാവ് ഇവിടെ നഗരത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. പ്രവചന നിവൃത്തിയായിട്ട് ഇത് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അനേകം പേര് കർത്താവിനെ വരവേറ്റു. പലരും പറഞ്ഞു, ഇത് രാജാവ് ഒന്നുമല്ല, നിങ്ങൾ മിണ്ടാതിരിക്കുക പിള്ളേരെ എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ശാസിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഇവിടെ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന്. കാരണം കർത്താവ് രാജാവാണെന്നുള്ളത് കർത്താവിന് അറിയാമല്ലോ. പക്ഷേ മനുഷ്യരുടെ ദൃഷ്ടിയിൽ അവൻ കർത്താവായിട്ടോ അല്ലയോ രാജാവായിട്ടോ അല്ല അപ്പിയർ ചെയ്തത്. അതാണ്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അവൻ ദാസവേഷമെടുത്താണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കാൽവറി യാഗമായി തീരാൻ ഒരുങ്ങിയത്. അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തുയേശുവിലുള്ള ഭാവം? അവൻ ദൈവമാണ്. എന്നാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ കർത്താവ് എന്ത് ചെയ്തു? വേഷത്തിൽ മനുഷ്യനായി തൻ്റെ തേജസ്സും പ്രൗഢിയും അധികാരവും ഒന്നും ഇവിടെ കാണിക്കുന്നില്ല. വെറും സാധാരണ മനുഷ്യനായിട്ട് വന്ന് എന്താണ് ചെയ്യുന്നത്? വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി
തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ്. ഈ ഒരു പ്രവൃത്തി നിമിത്തമാണ് അങ്ങനെ ക്രൂശിനോളം തന്നെത്താൻ താഴ്ത്തി ഉള്ളവനായി തീർന്നത് കൊണ്ടാണ് നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന നാം, നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്നുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. ഇതാണ് നാം രാജാവായിട്ട് അന്ന് യഹൂദന്മാരുടെ രാജാവായിട്ട് വന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ രാജാവാണെന്ന് പറയുമ്പോൾ ഇനി രാജാവായിട്ട് യഹൂദന്മാർക്ക് വേണ്ടി ഒന്ന് വരും. പക്ഷെ അവിടെ പിന്നെയും പറയുന്നുണ്ട്, അവർ കർത്താവിനെ കുത്തിയമെങ്കിലേക്ക് നോക്കണം, നിലവിളിക്കണം, അപ്പോഴാണ് വരുന്നത്. എന്നാൽ നമുക്ക്, അതായത് പുതിയ നിയമസഭയിലെ അംഗങ്ങളായ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് നാം നമ്മുടെ ഉൽപ്രാവണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മെ ചേർത്ത് കൊള്ളുവാൻ അവൻ വരും. അപ്പോൾ നാം എങ്ങനെയായിരിക്കണം? അവൻ്റെ സ്വഭാവമുള്ളവരായി തീരുക എന്നുള്ള കാര്യമാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവിൻ്റെ നീതി അനുസരിച്ച് കർത്താവിനോടുള്ള സ്നേഹത്തിലും അനുസരണത്തിലും ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദ ലോർഡ്.